അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ വമൻ അഅറള അൻ ദിക്രീ ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ആമുഖമായി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫാമിലി കോൺഫറൻസ്, കാസർഗോഡ് ജില്ലയുടെ ഫാമിലി കോൺഫറൻസ് ഈ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. ഇതിനു മുമ്പ് ഏകദേശം 10ഓളം ജില്ലകളിൽ ഈ കുടുംബ സംഗമത്തിന് വേദിയായിട്ടുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ വിവിധങ്ങളായ അർത്ഥങ്ങളും വിവിധ സന്ദർഭങ്ങളിലും ഈ പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സത്യത്തിൽ ഇവിടെ നടക്കുന്നതും നമ്മുടെ ആദർശപരമായിട്ടുള്ള ദീനിയായിട്ടുള്ള ഒരു കുടുംബ സംഗമമാണ്. സത്യത്തിൽ ഒരുപക്ഷേ ഈ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും എല്ലാം ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ നമുക്ക് ഓൺലൈനിൽ ഒരുപക്ഷേ ഈ സമ്മേളന നഗരിയിലിരുന്നു കേൾക്കുന്നതിനേക്കാളും ശാന്തമായി വീട്ടിലിരുന്നു കേൾക്കാനാകും. എന്നാൽ ഈ സമ്മേളനത്തിന് നാം വരുമ്പോഴുള്ള നമ്മുടെ അനുഭവം അത് എന്തായിരുന്നാലും ഓൺലൈനിൽ ഇരുന്നാൽ നമുക്ക് കിട്ടില്ല. നമുക്ക് പരിചയമുള്ള അനേകം ആളുകളെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം, ആദർശ ബന്ധുക്കളെയും കാസർഗോഡ് ജില്ലൻ്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നുള്ളവരെ ഒന്നിച്ചു കാണുന്ന അപൂർവമായൊരു സന്തോഷം നമ്മൾ അനുഭവിക്കും. അതോടൊപ്പം ഈ മഗ്‌രിബും ഇശാവും ഒന്നിച്ച് നമസ്കരിച്ചപ്പോഴുണ്ടായ ഒരാനന്ദം കഴിഞ്ഞ ഒരുപാട് കാലത്തെ സമ്മേളനങ്ങളും സംഗമങ്ങളും നമ്മുടെ മനസ്സിലേക്ക്, ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിൽ ആ നമസ്കാര സന്ദർഭങ്ങളും. ഈ വ്യത്യസ്തങ്ങളായ സന്തോഷങ്ങളെല്ലാം മനസ്സിന് പകർന്നു നൽകി ആ അനുഭവങ്ങളിലൂടെയാണ് ഈ മഹാസമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സംഘാടനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഈ ദിനം എങ്ങനെയായിരിക്കുമെന്ന് ആശങ്കപ്പെട്ട് ഇന്നലെ രാത്രി പോലും ഉറക്കത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെട്ട് ഇതിൻ്റെ സംഘാടകർ, അതേപോലെ തന്നെ വിവിധ നാടുകളിൽ നിന്ന് ബുദ്ധിമുട്ടി യാത്ര ചെയ്തെത്തിയ നമ്മൾ, ഇവിടെ പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാർ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനാണെങ്കിലും നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ്. മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. വലിയ ദുരന്തങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പരിചയസമ്പന്നരായിട്ടുള്ള തെറ്റാത്ത അറിവുകൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നവർക്ക് കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2 ഡോക്ടർമാർ സഞ്ചരിച്ചിരുന്ന കാറ് ഒരു പുഴയിൽ വീണ് അവർ മരണപ്പെടുകയുണ്ടായി. കാരണം അവർ വഴി അറിയാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് വെച്ച് ആ മാപ്പിൻ്റെ നിർദ്ദേശപ്രകാരം യാത്ര ചെയ്താണ് അവർ അപകടത്തിൽ പെട്ടുപോയത്.
നാം ചെയ്യുന്ന യാത്രകളിൽ, നാം ചെയ്യുന്ന ഏതു കാര്യങ്ങളിലും മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ആ സംഗതിയെ ഏറ്റവും അധികം പ്രയോജനപ്രദമാക്കുവാനും അതിൽ വരുന്ന ദുരന്തങ്ങളെ ഇല്ലാതാക്കുവാനും നമുക്ക് പറ്റും. ഒരുപക്ഷേ ഹജ്ജിൻ്റെയും ഉംറയുടെയും ധാരാളം യാത്ര ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും. ഓരോ ഉംറ കഴിയുമ്പോഴും ഓരോ ഹജ്ജ് കഴിയുമ്പോഴും നമ്മളൊക്കെ വിചാരിക്കും, കഴിഞ്ഞതിനേക്കാളും നന്നായി ഈ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞു, ഈ ഉംറ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷെ അടുത്തൊരു ഉംറക്കും അടുത്തൊരു ഹജ്ജിനും അവസരം കിട്ടുമ്പോൾ വീണ്ടും മനസ്സ് പറയും, കഴിഞ്ഞതിനേക്കാളും നന്നായി നിർവഹിക്കാൻ പറ്റി എന്നാണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ ആരെങ്കിലും പോകുകയാണെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഒരു 10 മിനിറ്റ് അതിനെക്കുറിച്ചൊന്ന് പറയാം നമുക്ക്. എന്നിട്ട് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഹജ്ജിനെയും ഉംറയെയും കുറിച്ചൊരു ചെറിയ വിശദീകരണം കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഒരു വല്ലാത്ത സംതൃപ്തിയാണ്. ചിലപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് അവർ പറയും, അന്ന് നിങ്ങൾ പറഞ്ഞു തന്ന ആ ഒരു 10 മിനിറ്റ് എനിക്ക് എൻ്റെ യാത്ര നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. പല ദുരന്തങ്ങളെയും പല പ്രയാസങ്ങളെയും ഒഴിവാക്കുവാൻ മാർഗനിർദ്ദേശങ്ങൾക്ക്, ഹിദായത്തിന് അല്ലെങ്കിൽ ഗൈഡൻസിന്, നല്ല ഉപദേശങ്ങൾക്ക് പറ്റുമെന്നതാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പ്രശ്നസങ്കീർണമായ നമ്മുടെ ജീവിതത്തിന് ദുരന്തങ്ങൾ വരാതിരിക്കാൻ, അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മെ ആരാണ് ഉപദേശിക്കുക? അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? ജീവിതത്തിൽ എത്ര പണം അനാവശ്യമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയി, എന്തെല്ലാം ദുരന്തപൂർണമായ തീരുമാനങ്ങൾ നമ്മൾ എടുത്തു. നമ്മുടെ കുടുംബജീവിതം, വ്യക്തി ജീവിതം, ഇവിടെയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു ജീവിതത്തെക്കുറിച്ച് പരിചയസമ്പന്നമായ ഒരു മാർഗനിർദ്ദേശം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ അതാണ് ഇത്തരമൊരു കോൺഫറൻസിൻ്റെയും ഇത്തരമൊരു സംസാരത്തിൻ്റെയും ഏറ്റവും വലിയ പ്രസക്തി എന്നാണ് ഞാൻ പറയുന്നത്. ആരാണ് ആ ഉപദേശം തരിക? ഒരു 90 കൊല്ലം ജീവിച്ച് മരിക്കാനായ ഒരാൾക്ക് തരാൻ പറ്റുമോ ജീവിതത്തെ വിജയിപ്പിക്കാൻ പറ്റുന്നൊരു ഉപദേശം? പറ്റില്ല. ഒരുപക്ഷെ മരിക്കുന്ന സമയത്ത് പോലും അയാൾക്ക് സംഭവിച്ച ഭീമാബദ്ധങ്ങളെ അയാൾ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഉപദേശം തരാൻ പറ്റുന്നത് ആർക്കാണെന്നറിയൂ? നമ്മളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ. അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലതീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ്. സൃഷ്ടിച്ചവൻ അവനല്ലേ ഏറ്റവും അറിയുന്നവൻ. നമ്മളെ പടച്ച തമ്പുരാൻ അറിയാം നമുക്ക് ഏറ്റവും സമാധാനത്തോടെയും സുഖത്തോടെയും ജീവിക്കാൻ എന്താണ് ഇവിടെ ആവശ്യമായത് എന്ന് അള്ളാഹുവിനറിയാം. ഇത് തെറ്റുപറ്റാത്തൊരു ഉപദേശമാണെന്നും ഇതനുസരിച്ച് പോയാൽ എൻ്റെ ജീവിതം എനിക്ക് ഏറ്റവും അധികം സമാധാനവും സന്തോഷവുമുള്ളതും നിർഭയത്വമുള്ളതുമാക്കാം എന്ന് നമുക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയാൽ അതോടുകൂടെ നമ്മുടെ ജീവിതം ഒരു പുതിയ മാറ്റത്തിന് വിധേയമാകും. നിങ്ങൾക്ക് ഉറപ്പാണല്ലോ, സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരാൾ വിശ്വാസിയാവൂല. അള്ളാഹു ഉണ്ടെന്ന് ബോധ്യപ്പെടാത്ത ഒരാൾ വിശ്വാസിയാവില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? സുഹൃത്തുക്കൾ, അതുപോലെ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് എന്തറിയോ? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണ് ഈ സന്ദേശങ്ങൾ, ഈ ഖുർആൻ, ഈ പ്രവാചക വചനങ്ങൾ. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന സന്ദേശങ്ങളാണ്. അത് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എങ്കിൽ, ആ സന്ദേശങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമുക്കറിയുമെങ്കിൽ അത് മാറ്റി നിർത്തി നമ്മുടെ ഇഷ്ടം നമ്മൾ നടപ്പിലാക്കില്ല. അത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു തീരുമാനത്തിലേക്ക് പോയില്ല. അതിനാണ് ഹവ എന്ന് പറയും, ദേഹേച്ഛകൾ എന്ന് പറയും. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഉണ്ടായിരിക്കെ നാം നമ്മുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കുക. അതിനെന്താ കാരണം? നമുക്ക് ചില താല്പര്യങ്ങൾ, ചില സുഖങ്ങൾ, ചില നൈമിഷികമായ സന്തോഷങ്ങൾ, അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നമ്മൾ നിരാകരിക്കുക. വല്ലദീന കഫറൂ യതമത്തഊന വയകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൻ ലഹും. സത്യനിഷേധികളായ ആളുകൾ അവർ സുഖിക്കുന്നു, അവർ ഭക്ഷിക്കുന്നു നാൽക്കാലികൾ തിന്നുന്നത് പോലെ. ലക്ഷ്യമില്ലാത്ത, ഹലാലും ഹറാമുമില്ലാത്ത, നിയമങ്ങളില്ലാതെ എന്തും തോന്നിയത് ചെയ്യാൻ പറ്റുന്ന ഒരു നാൽക്കാലിയുടെ ജീവിതമല്ലല്ലോ നമ്മുടേത്. എന്തിനുമുണ്ട് സുഹൃത്തുക്കളെ നിയമങ്ങൾ, എന്തിനുമുണ്ട് മാർഗദർശനങ്ങൾ. ഞാൻ എന്തിനാണ് ഇത്ര നീണ്ടൊരു മുഖവുര പറഞ്ഞതെന്നറിയോ? എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അത് തെറ്റുപറ്റാത്ത സമാധാനപൂർണമായൊരു വഴിയിലേക്ക് അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന
മാർഗദർശനത്തിൽ, മാർഗനിർദ്ദേശത്തിൽ എവിടെയോ നമ്മൾ വെള്ളം ചേർത്തു. ഒരു ദീനിൻ്റെ സമ്മേളനത്തിന് വേണ്ടി വന്നവരാണ് നമ്മൾ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് സഹോദരിമാരാണ്. ആത്മാർത്ഥമായി ചോദിച്ചു നോക്കൂ, നിങ്ങൾ കൈപിടിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ പൊന്നോമന മക്കൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർ ധരിച്ച വേഷം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് നിർദ്ദേശിച്ചു തന്നതു തന്നെയാണോ എന്ന ആത്മാർത്ഥമായൊരു ചോദ്യം. കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞപ്പോൾ അവൾ കേൾക്കൂ, കുറച്ച് പ്രായമാകുമ്പോൾ ശരിയാക്കാം, ഇങ്ങനത്തെ യാതൊരു ന്യായങ്ങളുമില്ലാതെ ഇത് തികച്ചും ടെക്സ്റ്റ് അനുസരിച്ച് അള്ളാഹു കാണിച്ചു തന്നതനുസരിച്ചാണ് എന്ന് ധൈര്യസമേതം പറയാൻ ആർക്ക് പറ്റും? ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ വഴിതെറ്റിപ്പോകയില്ല, അവൻ കഷ്ടപ്പെടേണ്ടി വരികയില്ല. ഇപ്പോൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടോ, കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ഗൈഡൻസ്, മനുഷ്യൻ്റെ ഇഹപര ജീവിത വിജയത്തിന് വേണ്ടി അള്ളാഹു കാണിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങളിൽ എവിടെയോ നമ്മുടെ ഹവയെത്തി, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പ്രവർത്തിച്ചു. അതിനെക്കുറിച്ചൊരു തിരുത്തു വരുത്താതെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാവില്ല. പ്രശ്നം പരിഹരിക്കുന്നതിലേറെ പ്രധാനം പ്രശ്നം വരാതിരിക്കലാണ്. ഉറപ്പിച്ചു പറയാം, അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് പോണ ഒരാൾക്ക് പ്രശ്നം വരില്ല, പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലെന്നല്ല ഞാൻ പറഞ്ഞു. ജീവിതത്തിൻ്റെ തീരുമാനങ്ങളിലും നിലപാടുകളിലും അയാൾക്ക് അപകടങ്ങളും അബദ്ധങ്ങളും സംഭവിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. ഫഇല്ലം യസ്തജീബൂ ലക്, പ്രവാചകരെ താങ്കൾക്ക് അവർ ഉത്തരം നൽകുന്നില്ലെങ്കിൽ ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, നീ മനസ്സിലാക്കണം, അവർ പിൻപറ്റിയത് അവരുടെ ദേഹേച്ഛകളെയാണ്. നിന്റെ കൽപ്പനകളും നിന്റെ നിർദ്ദേശങ്ങളും അവർ പാലിക്കുന്നില്ലെങ്കിൽ അതിനു പകരം അവർ സ്വീകരിക്കുന്നത് അവരുടെ ദേഹേച്ഛകളെ, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ, നമ്മുടെ സ്വന്തം തീരുമാനങ്ങളെ, നമ്മുടെ താല്പര്യത്തിന് എന്തോ ആ ഖുർആൻ വചനം, ആ പ്രവാചക വചനം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കാണുമ്പോൾ അതിനെ നമ്മൾ മാറ്റിവെക്കുന്നു. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മാർഗദർശനങ്ങളെ കൂടാതെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ ദേഹേച്ഛകളെ പിൻപറ്റുന്നതിനേക്കാളും വഴിപിഴച്ചവൻ ആരാണുള്ളത്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൻ ളാലിമീൻ, അക്രമികളായ ജനങ്ങൾക്ക് അള്ളാഹു വഴി കാണിക്കുകയില്ല എന്ന്. അതുകൊണ്ട് നാം തീരുമാനിക്കേണ്ടത് അബദ്ധങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലും ശരിയായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വഴിയിലേക്ക് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥമായ പരിഹാരമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളൊന്നൊരു ചെറിയൊരു ആത്മപരിശോധന നമ്മൾ നടത്തിയാൽ ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. എവിടെയെങ്കിലും നമ്മളുടെ തീരുമാനങ്ങളിലും നിലപാടുകളിലും വരുന്ന അബദ്ധങ്ങളാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ ഇന്നത്തെ ഒരു അനുഭവം പറയാം. രണ്ടാമതായി വിവാഹം കഴിക്കപ്പെട്ടതാണ് ആ സഹോദരി. ആദ്യം അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അയാൾ രണ്ടാമത്തെ വിവാഹം കഴിക്കുമ്പോൾ അത് പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് വിചാരിച്ച് അയാളത് മറച്ചു വെച്ചിട്ടാണ്, ഒന്നാം ഭാര്യയിൽ നിന്ന് മറച്ചു വെച്ചിട്ട് അയാൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ ആദ്യ നാളുകളിൽ ആദ്യത്തെ ഭാര്യ അറിയുന്നത് വരെ എല്ലാ നിലക്കും നീതിപൂർവകമായ എല്ലാം ഈ സ്ത്രീക്ക് അവർ നൽകിക്കൊണ്ടിരുന്നു. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആദ്യത്തെ ഭാര്യ അറിഞ്ഞു, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പലപ്പോഴും ആദ്യ ഭാര്യയെ അറിയിക്കാൻ ധൈര്യമില്ലാത്തവർക്ക് അറിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനും സാധിക്കാറില്ല. അപ്പം അവസാനം ഇയാൾ എന്ത് ചെയ്തു? ഈ ഭാര്യയെ അവഗണിച്ചു, രണ്ടാമത്തെ ഭാര്യയെ പൂർണ്ണമായി അവഗണിച്ചു. ഒന്നാമത്തെ ഭാര്യ നിർബന്ധം പിടിച്ചു, ഒരു നിലക്കും അവളെ നിലനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ അയാൾ കരാർ ചെയ്തു, 1 വർഷം കൊണ്ട് ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യാമെന്ന്. ആ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ആ തീരുമാനപ്രകാരം അയാൾ ഡൈവേഴ്സ് ചെയ്തില്ല. പക്ഷേ വിവാഹമോചനം നടത്തിയ ഒരു സ്ത്രീയെപ്പോലെ ആ രണ്ടാമത്തെ ഭാര്യയെ അയാൾ അവഗണിച്ചു. അപ്പോൾ ആ ഭർത്താവിനെ ആഗ്രഹിച്ച് അവസാന സമയത്തൊരു സാഹചര്യത്തിലൊരു ഭർത്താവിനെ കിട്ടി, ഒരു സന്തോഷ ജീവിതം തുടങ്ങി, അത് പാതി വഴിയിലെത്തുമ്പോൾ ആ ഭർത്താവ് നഷ്ടപ്പെടുന്ന വേദനയെക്കുറിച്ചാണ് ആ സഹോദരി പറഞ്ഞത്. അപ്പോൾ ഇത്രമാത്രം അവഗണിക്കുകയും അവളെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവളോട് ഞാൻ പറഞ്ഞു നോക്കി, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവർ പറയുന്നത് പോലെ നിങ്ങൾക്ക് വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? ഞാൻ വെറുതെ ചോദിച്ചു. അപ്പോൾ അവർ കരയുകയാണ് ചെയ്തത്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഒരു ഭർത്താവിൻ്റെ എല്ലാ അവഗണനകളും സഹിച്ചിട്ടും ഒരു നിലക്കും ഒരു പരിഗണനയും ലഭിക്കാതിരുന്നിട്ടും
അയാളിൽ നിന്നും മാറി ജീവിക്കാനും അയാളെ വേണ്ടെന്ന് വെക്കാനും അവൾക്ക് കഴിയാത്തത് എന്ത്? അപ്പം അവൾ തന്നെ പറയുന്നൊരു കാര്യം, എനിക്കൊരു ജീവിതം അയാളെ കൊണ്ട് കിട്ടില്ലെന്നറിയുമെങ്കിലും വേർപിരിയുക എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല എന്നാണ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അതാണ് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളോട് പറയുന്നത്, അള്ളാഹു നമുക്ക് തന്ന ഈ ദാമ്പത്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട അവർണ്ണനീയമായ ഒരു ജീവിത സമാധാനവും സന്തോഷമുണ്ട്. ഭാര്യയുണ്ടായിട്ടും ഭർത്താവ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്? അത് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളതിൻ്റെ വില മനസ്സിലാക്കിയിട്ടില്ല, അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല. അത് ആസ്വദിക്കാനും അനുഭവിക്കുവാനും ഒരു ദീനിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ കിട്ടിയിട്ടില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഫാമിലി കോൺഫറൻസ് നിങ്ങൾ പോകുന്നതെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഈ കോൺഫറൻസിന് വന്ന ഒരവസ്ഥയിലാവില്ല നിങ്ങൾ ഒരു പക്ഷേ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എന്നത് ഉറപ്പാണ്. ഒരു വിവാഹത്തിലൂടെ എന്താണ് ലഭിക്കുന്നത് എന്ന് പലപ്പോഴും വിവാഹത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. അതുകൊണ്ടായിരിക്കണം നമ്മുടെ പുതുതലമുറ വിവാഹം വേണ്ടെന്ന് പറയുന്നത്. ഒരു ജോലിയെക്കുറിച്ച് അവർക്കറിയാം, ഒരു ഡിഗ്രിയെക്കുറിച്ച് അവർക്കറിയാം, ഒരു ഡോക്ടറാകുന്നതിനെക്കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ പൊന്നോമന മക്കൾ അടുക്കളയിൽ നിന്ന് അവർ കുടിച്ചൊരു ഗ്ലാസ് പോലും കഴുകി വെക്കാൻ അവർ സന്നദ്ധരല്ലെങ്കിലും പാതിരാവിൽ 6-8 മണിക്കൂറും വായിക്കുവാനും എൻട്രൻസിന് പഠിക്കുവാനും ഡിഗ്രിക്ക് പഠിക്കുവാനും നിങ്ങളുടെ പെൺകുട്ടികൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? അവർക്കറിയാം ജോലിയെക്കുറിച്ച്, അവർക്കറിയാം വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവർക്കറിയാം ഡിഗ്രിയെക്കുറിച്ച്. പക്ഷെ അവർക്ക് വിവാഹത്തെക്കുറിച്ച് അറിയില്ല. അറിയാണെങ്കിലോ ഒരു വിവാഹത്തിന് വേണ്ടി നിങ്ങൾ മാനസികമായി ഒരുങ്ങുന്നതിന് മുമ്പ് പ്രായപൂർത്തിയായ നിങ്ങളുടെ മകൾ അതിന് തയ്യാറായിട്ടുണ്ടായിരിക്കും. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കാതെ വന്നു സുഹൃത്തുക്കളെ? അപ്പോൾ അതിനവരെ ക്ലാസ്സിന് പറഞ്ഞയക്കാനായിട്ടാണോ, കോച്ചിങ്ങിന് പറഞ്ഞയക്കാനായിട്ടോ? അല്ല. ദാമ്പത്യം എന്നത് അവരെന്നും കാണുന്നൊരു കാഴ്ചയാണ്. അവരുടെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഒരു കുടുംബ ജീവിതം അവർ കാണുന്നുണ്ട്. ആ കുടുംബ ജീവിതത്തിൽ വാപ്പയും ഉമ്മയും അനുഭവിക്കുന്ന ആനന്ദം അവർക്ക് കാണാൻ അനുഭവിക്കാനായിരുന്നുവെങ്കിൽ അവർ വിവാഹത്തെക്കുറിച്ച് നിങ്ങളോട് ഇങ്ങോട്ട് പറയുമായിരുന്നു. പക്ഷെ ഇത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. എല്ലാ സമയത്തും വഴക്കും പരസ്പരമുള്ള കലഹങ്ങളും പ്രശ്നങ്ങളുമാണ്. എന്തിനാണ് വിവാഹമെന്ന് പലപ്പോഴും വാപ്പയും ഉമ്മയും ചൂണ്ടി മക്കൾ ചോദിക്കാറുണ്ട്. മൂത്ത ജ്യേഷ്ഠത്തിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വരുന്ന അളിയൻ്റെ കലാപങ്ങൾ കണ്ട് ഇനി ഇത് വേണ്ടെന്ന് വെച്ചാൽ എത്രയോ പെൺകുട്ടികളുണ്ട്. നാം ആലോചിക്കേണ്ടത് വിവാഹത്തിൻ്റെ നല്ലൊരു മാതൃക, കുടുംബജീവിതത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ നല്ലൊരു മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിവാഹത്തിലൂടെ സുരക്ഷിതമാവുകയാണ്. നോക്കൂ, നിങ്ങൾ ഒരു സ്ത്രീ എങ്ങനെ സുരക്ഷിതമാവും? വിവാഹത്തിലൂടെ അല്ലാതെ മറ്റെന്തു വഴിയിലൂടെ സുരക്ഷിതമാകുമെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഞാൻ പറയും, എന്തെങ്കിലും നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണ്. സാധാരണ കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചോദിക്കും, അപ്പം ഞങ്ങളിൽ ആരുടെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങളെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടായതെന്ന്. അത് ഭാര്യയുടേതാണോ ഭർത്താവിൻ്റെതാണോ അറിയാനാണ് അവർ സാധാരണ കൗൺസിലിങ്ങിന് വരുന്നത്. ഞാൻ എപ്പോഴും പറയും, വിവാഹത്തിൽ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭർത്താവ് വിചാരിച്ചാൽ പറ്റും. ഭർത്താവ് അത് അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം അർരിജാല ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ കാര്യം നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്വം പുരുഷനാണ്. ഭർത്തൃ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം അയാൾ കാണും. അവൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അത് അയാൾ കേൾക്കും, അയാൾ അതിന് പരിഹാരമുണ്ടാക്കും. വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് അയാൾ കേൾക്കും. അവൾക്കൊരു പരിഹാരം പറയാൻ മറ്റൊരാളെ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ടാവില്ല. പലപ്പോഴും സ്ത്രീകളാണ് നമ്മുടെ റേഡിയോയിലേക്കും വ്യക്തിപരമായിട്ടൊക്കെ ഏറ്റവും അധികം ഞങ്ങളെയൊക്കെ വിളിക്കുക. എന്തിനാണ് അവർ വിളിക്കുന്നത്? അവരൊക്കെ വിവാഹിതരല്ലേ. അവരെന്തിനാ അവരുടെ സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറൊരാളെ വിളിക്കണം, റേഡിയോയിലേക്ക് എഴുതി അറിയിക്കണം? അവരുടെ തലയിണയോട് ചേർന്ന് കിടക്കുന്ന ഭർത്താവ് കരുത്തനായ ഒരാളില്ലേ അവളുടെ കൂടെ? അവളുടെ പിതാവിൽ നിന്നും ഞാൻ ഏറ്റെടുത്തു ഇവളെ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മേലിൽ സത്യം ചെയ്ത ഒരാളില്ലേ? അയാൾ കൂടെ ഉണ്ടാകുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ അവൾ എന്തിനാണ് മറ്റൊരാളുടെ പ്രയാസങ്ങൾ പറയുന്നത്? അത് പരിഹരിച്ചു കൊടുക്കാനിട്ടല്ലേ സുഹൃത്തുക്കളെ? ഒന്ന് കേട്ടുകൊടുക്കാൻ പോലും മനസ്സില്ലാത്തവരുണ്ട്. സങ്കടങ്ങളെ ഒന്ന് കേട്ടുകൊടുക്കാൻ പോലും മനസ്സില്ലാത്തവരുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തു പറയാനുണ്ട്? 10 കൊല്ലമായില്ലേ നീ എൻ്റെ കൂടെ ജീവിക്കുന്നു, നീ ഈ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നീ ഒന്ന് തുറന്നു പറ, നീ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും എന്നൊന്ന് ഭാര്യയോട് പറഞ്ഞു നോക്കൂ. നിങ്ങൾ
അവൾ പറയട്ടെ, നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടോ അവൾ പറയട്ടെ. 1 മണിക്കൂറോ 2 മണിക്കൂറോ പറയട്ടെ. അതൊന്ന് മനസ്സ് തുറന്ന് കേട്ടാൽ നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന, അത് പരിഹാരമായി. നിങ്ങൾ കേട്ടാൽ തന്നെ പരിഹാരമായി. വേറൊന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷെ അതിനുള്ളൊരു മനസ്സ് പലപ്പോഴും കാണിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഒരു ജീവിതം, ഒരു മനുഷ്യ ജീവിതം, ഒരു സഹോദരിയുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. അവളുടെ സന്തോഷവും അവളുടെ ദുഃഖവും നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി എന്നൊരു ഭർത്താവ് മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഭാര്യയ്ക്കുണ്ട് പങ്ക്. ഒരു ഭർത്താവിന് ഭാര്യയെ കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ, അയാൾ വിചാരിച്ച ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തു വേണം? അതെവിടെയും വേണം. ഒരു നേതാവായി നമ്മൾ എവിടെയെങ്കിലും നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ കീഴിലുള്ളവർ നമ്മളെ അനുസരിച്ചാൽ മാത്രമേ ആ ഭരണകൂടത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഭാര്യ അനുസരിക്കണം, എൻ്റെ മക്കൾ അനുസരിക്കണം. അങ്ങനെ അനുസരിക്കാത്തിടത്തോളം കാലം ഒരു കുടുംബത്തെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നതിന് തിരിച്ചവൾ പറയുന്നു, അവൾ എന്നോട് വാദിക്കുന്നു, അവൾ എന്നോട് തർക്കിക്കുന്നു, അവൾ എന്നോട് ന്യായീകരണങ്ങൾ പറയുന്നു. എനിക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതെൻ്റെ മക്കളായാലും എൻ്റെ ഭാര്യയായാലും എന്നെ അനുസരിക്കണം. അതുകൊണ്ട് ഒരു നല്ല സ്ത്രീ അനുസരണയുള്ളവളാണ്. ഭർത്താവ് പൂർണ്ണ സംരക്ഷകനാവുക. ആ സംരക്ഷകനായ ആ രക്ഷിതാവിൻ്റെ കീഴിൽ സ്വന്തം മാതാപിതാക്കളോടൊപ്പം ജീവിച്ചതുപോലെ തന്നെ അച്ചടക്കത്തോടെ അനുസരണയോടുകൂടെ തൻ്റെ എല്ലാ അവകാശങ്ങളും നേടിയെടുത്തുകൊണ്ട് തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഒരു സ്ത്രീക്ക് പറ്റുന്നുവെങ്കിൽ പിന്നെ ആ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാവുക? ഞാൻ ഈ പറഞ്ഞതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ ഈ പറഞ്ഞ പരിഹാരം കൊണ്ട് പരിഹരിച്ചു പോകാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ദാമ്പത്യം കൊണ്ട് ലഭിക്കുന്നത് മറ്റൊന്നുകൊണ്ട് ലഭിക്കില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നേഹിക്കാൻ ഒരാൾ വേണ്ടേ സുഹൃത്തുക്കളെ? നിങ്ങളൊരു രോഗിയായി കിടന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ രോഗിയായി കിടന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താ അറിയോ? എഴുന്നേൽക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഭക്ഷണം തരാനും നിങ്ങളെ വൃത്തിയാക്കാനും വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്ന നിങ്ങളുടെ ഉമ്മയാകാം, മകളാകാം, ഭാര്യയാകാം, ആരുമാകാം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് കിടപ്പിലായ രോഗികൾക്ക് എന്നും പറയാനുള്ളത്. എന്നാൽ നിങ്ങൾക്കറിയുമോ, കിടപ്പിലായ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ ഒരു ഭാര്യയ്ക്ക് പറ്റും. ഒരു സംശയവും വേണ്ട. ഞാൻ അനുഭവസ്ഥനാണ്. 5 കൊല്ലം കിടന്ന് അവസാനം മരിക്കുമ്പോൾ കുറച്ചു കാലം കൂടെ ഇങ്ങനെ നോക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് കണ്ണുകൾ അടയുമ്പോൾ അവൾ പറയുന്ന കരച്ചിലുകളിൽ ആ വാക്കുകളുണ്ടായി. ഈ മൂലക്കെങ്ങനെ കിടക്കുകയാണെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. ഈ വീടിൻ്റെ മൂലയിൽ അദ്ദേഹം ഇങ്ങനെ മിണ്ടാൻ കഴിയാതെ ബോധമില്ലാതെ കിടന്നപ്പോഴും എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു. പക്ഷേ മരിച്ച മയ്യത്തിറങ്ങിപ്പോയപ്പോൾ എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതൊരു ധൈര്യമാണ് സുഹൃത്തുക്കളെ. ആ സഹായവും ആ സ്നേഹവും മറ്റൊരാളിൽ നിന്നും നമുക്ക് ലഭിക്കില്ല. അത്തരം നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് നാം എന്തു പരിഗണന നൽകി എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. പിന്നെ വേണ്ടേ മക്കളെ? വിവാഹം വേണ്ടെന്ന് പറയുന്നതോട് നമ്മൾ പറയാണ്, നമുക്ക് മക്കൾ വേണ്ടേ, സന്താനങ്ങൾ വേണ്ടേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്, ഏറ്റവും വലിയ ആഹ്ലാദം അതാണ്. കുട്ടികളില്ലാത്തവർ മറ്റുള്ളവരുടെ കുട്ടികളെ കളിപ്പിച്ചിട്ടെങ്കിലും ആ കുട്ടികളിലെ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ കാണുമ്പോൾ നാം കുട്ടിയായി മാറുന്നത് അത് ജീവിതത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയും സന്തോഷവുമാണ്. അതൊരു അനന്തരഗാമിയാണ്. എനിക്കൊരു അനന്തരാവകാശിയെ വേണമെന്ന് പറയുമ്പോൾ ഒരു മകൻ, ഒരു മകൾ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു സുഹൃത്ത്, കുറേ കാലങ്ങളായി മക്കളില്ലാത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം അത് ഉൾക്കൊണ്ടു. അദ്ദേഹം പ്രയാസമില്ലാതെ ജീവിക്കുന്നു. പക്ഷേ ഞാൻ യാത്രക്കിടയിലെല്ലാം അദ്ദേഹത്തെ കാണും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കൊരു വേദനയാണ്. അത് പ്രകടിപ്പിക്കാറില്ലെങ്കിലും മക്കളില്ലല്ലോ എന്ന് അയാൾ ഉൾക്കൊണ്ടിട്ട് പോലും കാണുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? മക്കൾ എന്നത് അത്രയും പ്രധാനമാണ്, ജീവിതത്തിൽ അത്രയും അനിവാര്യമാണ്. കുടുംബജീവിതത്തിൻ്റെ ഭാഗമായി മാത്രമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന കുടുംബ സംവിധാനങ്ങളെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അള്ളാഹു തന്ന ആ ഹിദായത്ത്, ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിലാണെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒരു പക്ഷേ നമുക്കത് വളരെ കൃത്യമായി മനസ്സിലായി, നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. ഇനി മക്കളെ കാര്യം എടുത്ത് നോക്കി നിങ്ങൾ, നമ്മുടെ മക്കളെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇതുതന്നെയാണ് അവസ്ഥ. എവിടെയെങ്കിലും ഒരു മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ എന്തെങ്കിലും ഒരു പരാതിയോ പ്രശ്നമോ
രക്ഷിതാക്കൾ പറയുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അവന് ദീനില്ലാത്തതിൻ്റെ പേരിലാണ്, അവൾക്ക് ദീനില്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ്. യാതൊരു സംശയക്കാര്യത്തിലില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറയുന്നത്. എവിടെയെങ്കിലും വല്ല ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കാൻ പറ്റുമെന്നാണ് രക്ഷിതാക്കൾ ചോദിച്ചത്. ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കാം. എന്തിനാ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെക്കുന്നത്? നന്നാകാൻ വേണ്ടിയല്ല, ഞങ്ങൾക്ക് നിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. എന്താണ് പ്രശ്നം? അവൾക്കൊരു പ്രേമമുണ്ട്. 9ാം ക്ലാസ്സിൽ അവൾക്കൊരു പ്രേമമുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈ പ്രേമം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിന് ഒരു അവിഹിതത്തിലേക്ക് പോകുന്നത്? അവളും നമ്മളും ഭയപ്പെടുന്നതല്ലേ പുറത്തൊരു പുരുഷനെ കാണുമ്പോൾ, അന്യയാളെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉപദ്രവം വരുമോ എന്ന് ഭയപ്പെടുന്ന നാം അത്തരത്തിലുള്ള ഒരാളുടെ കൂടെ പോകണമെന്ന് നമ്മുടെ സ്വന്തം മക്കൾ വാശി പിടിക്കുന്ന ഒരു ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അതെങ്ങനെ സാധ്യമാകുന്നു? ഒരു അന്യ പുരുഷനെ എത്ര ദൂരത്ത് നിർത്തണം എന്ന ഇസ്ലാമിൻ്റെ മര്യാദ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു നൽകിയില്ല. അത് നമ്മുടെ അബദ്ധമാണ്. ഖുർആൻ എണ്ണി പറയുന്നു മഹറമായ പുരുഷന്മാരാരാണ്, നമ്മുടെ പെൺകുട്ടികൾക്ക് ഇടപഴകാൻ പറ്റുന്ന പുരുഷന്മാരാരാണ് എന്ന് ഖുർആൻ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ മഹാസദസ്സിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പെൺകുട്ടിക്ക് ഒരു 10, 12, 13 വയസ്സായപ്പോൾ മോളെ ഇന്നവരെല്ലാം നിനക്ക് മഹറമാണ്, ഇന്നവരെല്ലാം നിനക്ക് അകലം പാലിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ, വാപ്പയുടെ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കൾ വരുമ്പോൾ അവർ അയൽപക്കത്തുള്ള അന്യനായ ഒരാളെപ്പോലെയാണെന്നാണോ നമ്മൾ പറഞ്ഞു കൊടുത്തത്? അവരൊന്നിച്ച് പ്രായപൂർത്തിയായിട്ടും ഒരു കട്ടിലിരിക്കുമ്പോൾ, ഒരു റൂമിലിരിക്കുമ്പോൾ, പരസ്പരം ചേർന്നിരുന്ന് ഫോൺ നോക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണെന്നാണ്, ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണെന്നാണ്. അതുകൊണ്ട് എൻ്റെ തൊട്ട് താഴെയുള്ള അനുജനോടൊപ്പം ഇരിക്കുന്ന പോലെ എനിക്കിരിക്കാമെന്ന് നമ്മുടെ മക്കൾ വിചാരിച്ചു. അല്ല, കോളേജിലും സ്കൂളിലും കൂടെ ഇരിക്കുന്ന ആൺകുട്ടികളെ ബ്രദറായി കാണണം, സഹോദരനായി കാണണം എന്നാണ് സമൂഹം പഠിപ്പിച്ചത്. അതുകൊണ്ട് അവരൊന്നിച്ച് ഒരു മിഠായി നിന്ന് ബാക്കി തൻ്റെ ആൺ സുഹൃത്തിന് നൽകുന്നു, പെൺ സുഹൃത്തിന് നൽകുന്നു, ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. കോളേജിൽ നിന്നും റോട്ടിലേക്ക് എത്താൻ സുഹൃത്തായ ആൺകുട്ടിയുടെ ബൈക്കിൽ അവൾ യാത്ര ചെയ്യുന്നു. അവളോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് തെറ്റാണ്, ശരിയല്ലെന്ന്. നമ്മുടെ പെൺകുട്ടികൾക്ക് അറിയില്ല. ഒരു പെൺകുട്ടിക്ക് ഒരു പക്ഷേ ഒരാൺകുട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒന്നും തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആണിൻ്റെ സൈക്കോളജി അതല്ല. ഒരാണിനൊരു പെണ്ണ് അടുത്ത് വരുമ്പോഴേക്കും ഒരു പക്ഷേ മനസ്സിൽ ചെറിയ രോഗമുള്ളവർക്ക് മാനസികാവസ്ഥകൾ മാറും. അത് ഒരു പക്ഷേ പെൺകുട്ടികൾക്ക് അറിയില്ല. പ്രേമം മൂത്ത് പിരിയാൻ പറ്റില്ലെന്ന് പറയുമ്പോഴും നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സുഹൃത്താണ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലെന്നാണ് പറയുക. പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് അറിയുമോ സുഹൃത്തുക്കളെ? രണ്ട് കാര്യം, ഖുർആൻ്റെ നിർദ്ദേശങ്ങളിൽ 2 കാര്യം നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കിട്ടില്ല. വളരെ മാന്യമായി അഭിമാനത്തോടുകൂടെ കല്യാണ പന്തലുകളിൽ ഇസ്ലാമികമായി വിവാഹം കഴിച്ച് അഭിമാനത്തോടെ മക്കളെ അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ മോളെ കൊടുത്തയക്കാൻ ഒരു പക്ഷെ നിങ്ങൾക്ക് സാധിക്കാതെ വരും. ഒന്നെന്താണ് സുഹൃത്തുക്കളെ? വേഷമാണ് പതിവ്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഖുർആന്റെ വാക്കുകളെ നമ്മൾ എങ്ങനെ അവഗണിക്കും? അള്ളാഹുവിൻ്റെ മാർഗദർശനത്തെ ജിൽബാബ് എന്ന് പറഞ്ഞാൽ ദേഹം മൂടുന്ന ഒരു വസ്ത്രം വേണം. അത് ധരിച്ച മുഖമക്കനെ കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു പർദ്ദ കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഗൗണ് കൊണ്ടാവാം. ദേഹത്തെ കവചം ചെയ്യുന്ന ഒരു വസ്ത്രം വേണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരുപക്ഷെ ആ ഹിജാബിൻ്റെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ മുഖം മറക്കണമെന്ന് പറയാനുള്ള കാരണം. ദേഹത്തൊട്ടി നിൽക്കാത്ത വസ്ത്രം. നമ്മൾ എവിടെ എത്തി സുഹൃത്തുക്കളെ? നിങ്ങൾ ഈ കാസർഗോഡ് ടൗണിലെ ഒരു ടെക്സ്റ്റൈൽസിൽ നിങ്ങൾ കയറി നോക്കൂ. സ്ത്രീകളുടെ വസ്ത്രം പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ആ പാൻസ് ഒരു 3/4 നിൽക്കുന്ന പാൻസ്, കൈ മുഴുവനില്ലാത്ത വസ്ത്രം, ഒരു പക്ഷേ കൈ തീരെ ഇറങ്ങിയിട്ടില്ലാത്ത പൂർണ്ണ കൈ ഉള്ള, അതേപോലെ കാലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വസ്ത്രങ്ങൾ ഇന്ന് ടെക്സ്റ്റൈൽസുകളിൽ പോലും ലഭ്യമല്ല. കാരണം എന്താണ്? കസ്റ്റമേഴ്സിന് അത് ആവശ്യമില്ല. ഈ മാറ്റം നമ്മളെങ്ങനെ ഉൾക്കൊള്ളും? നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ മക്കൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേഷമാണ് പ്രധാനം. രോഗികളുണ്ട് ഇവിടെ. ഫയത്തുമ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. രോഗികൾ. നിങ്ങൾക്കറിയോ 10-12 മണിക്കൂർ പോൺ സൈറ്റുകളിൽ അശ്ലീല വീഡിയോസ് രാപ്പകലില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ റോട്ടിലേക്ക് ഇറങ്ങി അവൻ്റെ കണ്ണുകൾ ചെന്നായ്ക്കളെ പോലെ പരതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ മാംസത്തിന് വേണ്ടിയാണ്. അവർക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്ന വേഷത്തിൽ
നമ്മുടെ മക്കളെ അണിച്ചൊരുക്കി ലിപ്സ്റ്റിക് ഇട്ട് എല്ലാ കോസ്മെറ്റിക്സും ആയിരങ്ങൾ കൊടുത്ത് വാങ്ങി നമ്മൾ അണിയിച്ചൊരുക്കുന്നത് അവളുടെ പുതിയാപ്പിളക്ക് വേണ്ടിയല്ല, അവളുടെ ഭർത്താവിന് വേണ്ടിയല്ല. റോഡരികിലുകളിൽ വായ നോക്കി നിൽക്കുന്നവർക്ക് വേണ്ടി മക്കളെ 1000-ന്റെയും 10,000-ന്റെയും ഡ്രസ്സ് എറിഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിച്ചാൽ തീർച്ചയായും വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലംഗ, കുടുസായ ഒരു ജീവിതം നമ്മൾ അനുഭവിക്കും. അപമാനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. ഖുർആൻ നൽകുന്ന മറ്റൊരു ഗൈഡൻസ് എന്താണ് സുഹൃത്തുക്കളെ? വലാ യുബ്ദീന സീനത്തഹുന്ന, അവരുടെ സൗന്ദര്യത്തെ അവർ പ്രകടിപ്പിക്കരുതേ. എന്താണ് സൗന്ദര്യത്തെ അവർ പ്രകടിപ്പിക്കാൻ പാടില്ല. സൗന്ദര്യം പ്രകടിപ്പിക്കരുതേ എന്ന് ഖുർആൻ പറയുമ്പോൾ സൗന്ദര്യം എങ്ങനെ സമർത്ഥമായി പ്രകടിപ്പിക്കാമെന്നാണ്. മാത്രമല്ല, നല്ല ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഗാലറികളിലും പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യുകയാണ്. വിവാഹം കഴിയാത്ത 18-19 വയസ്സുള്ള പെൺകുട്ടികളുടെ അവരുടെ DP അവരുടെ മനോഹരമായ ഫേസുകളാണ്. എവിടേക്ക് മാറുന്നു സുഹൃത്തുക്കളെ? നമ്മൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അവർ മാന്യരാണെന്ന് മനസ്സിലാക്കപ്പെടാനും നല്ലത് അവിടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് എന്നാണ്. ഉമ്മമാരായിരുന്നാലും മക്കളായിരുന്നാലും ആലോചിക്കാം. നിയമങ്ങളെ ലംഘിക്കാൻ നമുക്ക് ന്യായമുണ്ട് സുഹൃത്തുക്കളെ. നാട്ടിലെല്ലാവരും അങ്ങനെയെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കൂട്ടുകാരികൾ അങ്ങനെയാണെന്ന് ഒരു സ്ത്രീ അയച്ചൊരു വോയിസ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. അവർ പറയാണ്, എൻ്റെ മോളെ ഞാൻ അച്ചടക്കത്തോടെ ദീനിയായിട്ട് വളർത്തിയതാണ്. പക്ഷെ അവൾ എന്നോട് പറയുന്നത്, ഉമ്മ ലിപ്സ്റ്റിക്ക് ഇടാനല്ല, എന്നാൽ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ചെറിയ സാധനം നിങ്ങൾ എനിക്ക് വാങ്ങിത്തരണം, എനിക്ക് ബാഗിൽ വെക്കാൻ. എന്തിനാണ് മോളെ അത് ബാഗിൽ വെക്കാൻ? എല്ലാ കുട്ടികൾക്കും ഉമ്മ അതുണ്ട്, അതില്ലെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഒരു മാനക്കേടാണെന്ന്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ് നമ്മൾ ആലോചിക്കണം. ദീനിൻ്റെ പരിധിയിൽ നിൽക്കാൻ നമുക്കെന്ത് പ്രശ്നം സുഹൃത്തുക്കളെ? നാടെത്ര മാറിയാലും നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ മാറിയാലും അള്ളാഹു വരച്ചൊരു വരയില്ലേ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നാട്ടിൽ തർക്കമുള്ള ഏതൊരു വിഷയത്തിലും അള്ളാഹുവിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നത് വരെ ഫലാ വറബ്ബിക, നിന്റെ റബ്ബാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല എന്നാണ്. നമ്മൾ വിശ്വാസികളാണോ? കാലം മാറിയപ്പോൾ പുതിയ ഫാഷനുകൾ വന്നപ്പോൾ അള്ളാഹു വരച്ചെടുത്ത് നമ്മൾ നിന്നോ എന്ന് ഒരാത്മപരിശോധന നടത്തണം. ദീനില്ലാത്തതാണ് സുഹൃത്തുക്കളെ പ്രശ്നം എല്ലാം. ഇനി ആൺമക്കളത് നോക്കൂ, നിങ്ങൾ ആൺമക്കളെ പരിശോധിക്കൂ. ഒരുപക്ഷെ ആൺമക്കൾ വഴിതെറ്റിപ്പോകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ലഹരിയാണ് വരിക. കുട്ടികൾ ഏതെങ്കിലും ലഹരിയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ ഒരു കുട്ടി ലഹരി ഉപയോഗിച്ചാൽ അവൻ്റെ സ്വഭാവങ്ങൾ മാറും, അവൻ്റെ പെരുമാറ്റങ്ങൾ മാറും. നിങ്ങൾക്കതൊരു പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റും. ലഹരിയെക്കാളും മാറ്റിയെടുക്കാൻ പറ്റാത്ത അഡിക്ഷൻ സുഹൃത്തുക്കളെ ലൈംഗികതയാണ്. 14 വയസ്സ് 13 വയസ്സാകുമ്പോഴേക്കും പോൺ സൈറ്റുകളിൽ എത്തി നമ്മുടെ കുട്ടികൾ. അതിന് വലിയ പണിയില്ല. അവൻ്റെ കൂട്ടുകാരൻ ഒരു ലിങ്ക് കൊടുത്തു, ആ ലിങ്ക് എന്താണെന്ന് പോലും പറഞ്ഞില്ല. വെറുതെ അവൻ ഒരു ദിവസം ഒരു സൈറ്റിൽ കയറിയാൽ അതോടുകൂടെ അവൻ അതിന് അടിമയായി, അഡിക്റ്റായി. വളരെ മനഃശാസ്ത്രജ്ഞന്മാരായ വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥത്തിൽ നിന്ന് ഒരാളെ നമുക്ക് മോചിപ്പിക്കാൻ പറ്റും. എന്നാൽ ഇത്തരം അശ്ലീല സൈറ്റുകളിൽ എത്തുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ എത്ര ഭയാനകമാണ് സുഹൃത്തുക്കൾ. എന്താ പരിഹാര മാർഗം? ദീനുണ്ടാകുക എന്നുള്ളതാണ്. വാപ്പുണ്ടോ ഉമ്മണ്ടോ എന്നുള്ളതല്ല. പാതിരാവിൽ അവൻ ഫോൺ എടുത്ത് പാസ്വേഡ് അടിച്ച് ഒരു വൃത്തികെട്ട സൈറ്റിലേക്ക് കയറുമ്പോൾ പടച്ചോൻ കാണണ്ടല്ലോ എന്നാണ്. പാപ്പാനെ പേടിച്ചിട്ടല്ല, ഉമ്മനെ പേടിച്ചിട്ടല്ല, പോലീസിനെ പേടിച്ചിട്ടല്ല. റബ്ബ് കാണും, പാതിരാവിൽ അവൻ കാണും. ഒഴിഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും നിരത്തിൽ ബൈക്ക് നിർത്തി റോഡിന്റെ സൈഡിൽ നിന്ന് ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കി അശ്ലീലങ്ങൾ കാണുമ്പോൾ അത് അള്ളാഹു കാണും, അള്ളാഹു നോക്കിയിരിക്കുന്നുണ്ട്. ഈ ആൺകുട്ടികളുടെ നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും പരിഹാരം ദീനാണെന്നുള്ളതാണ്. നമുക്കൊരിക്കലും നമ്മുടെ മക്കൾ എന്ത് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂല. നമ്മൾ അവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായൊരു ബോധം അവരെ മനസ്സിലുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ അപകടം. പല കുട്ടികളും നേരിട്ട് വന്ന് സംസാരിക്കുന്നത് കൊണ്ടും പല യുവാക്കളും ഇത്തരം പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ടും ഇന്നത്തെ ഏറ്റവും മാരകമായിട്ടുള്ളത് അശ്ലീല സൈറ്റുകൾ തന്നെയാണ്. ഒന്ന് നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ നമ്മുടെ മക്കളെങ്ങാനും ആ സൈറ്റുകളിൽ കയറുന്നതിൻ്റെ ഒരു ചിത്രം വാപ്പയോ ഉമ്മയോ കണ്ടാൽ
നമുക്ക് ഒരിക്കലും പിന്നെ നമ്മുടെ മക്കളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്ര മാരകമാണ്. ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് വിവാഹപ്രായം എത്തിയാൽ ഒരു ഭാര്യയെ ഉൾക്കൊള്ളാൻ അവന് പറ്റില്ല. കാരണം ഈ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഈ വീഡിയോസ് നിരന്തരമായി കാണുന്ന ഒരു കുട്ടിക്ക് വിവാഹം കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയോട് ഒന്നും തോന്നില്ല. വിവാഹം കഴിഞ്ഞ് വളരെ ആഘോഷകരമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച ഒരു 19-20 വയസ്സായ ഒരു പെൺകുട്ടി കൂടെ നടന്നിട്ടും ഒരു സ്നേഹപ്രകടനം ഇല്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പുതിയ തലമുറ. എത്രയോ കേസുകൾ എൻ്റെ അറിവിലുണ്ട്. ഒന്നും അവളെ ഒന്ന് തുടരണമെന്നോ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നോ അവളെ കൂടെ ഒന്നൊരു അപ്പുറത്തേക്കൊരു യാത്ര ചെയ്യണമെന്ന് അവന് തോന്നുന്നില്ല. കാരണം അവനൊരു പെണ്ണ് ആവശ്യമില്ല, അവനൊരു ഭാര്യ ആവശ്യമില്ല. അവൻ അവളെ ഉറങ്ങി കിട്ടിയാൽ മതി, രാത്രി അവളൊന്ന് ഉറങ്ങിയാൽ മതി അവൻ്റെ ഫോൺ തുറക്കാൻ. അവന് ലൈംഗിക ജീവിതത്തിൽ ഇനി ഒരു പെണ്ണിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് ഇതിനേക്കാളും വലിയ ദുരന്തം എന്താണ് എന്ന് നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച് നോക്കുന്നത്. ഇതിനെന്ത് പരിഹാരം? ഒരു പ്രായത്തിൽ ഒരു 10-14 വയസ്സാവുമ്പോഴേക്കും ബോധ്യപ്പെടുത്തേണ്ട ദീനി കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടണം. അവരത് ചെയ്യില്ല. ബോധ്യപ്പെടുന്ന ഒരു കുട്ടി നമ്മളെക്കാളും പക്വതയോടെ അവൻ മാറും. പക്ഷെ ആ സ്വർഗവും നരകവും പരലോകവും ഖുർആനും ഒക്കെ അവർക്ക് അള്ളാഹുവിൽ എടുക്കുന്നില്ല. ദീൻ അവിടെ മനസ്സ് കയറുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ ഇസ്ലാമികമായി അവർക്ക് നൽകേണ്ട ഗൈഡൻസ്, അള്ള തന്ന നിയമങ്ങൾ എത്ര തിരക്കാണെങ്കിലും അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സുഹൃത്തുക്കൾ, ഇത് ഏത് വിഷയം, കുടുംബപരമായി നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നം പരിശോധിച്ചാലും അത് ദീനിയായി തന്നെ പരിഹരിക്കും. ഇനി മാതാപിതാക്കളെ എടുത്തു നോക്കും നിങ്ങൾ. ഞാൻ ഒരു സംഗതി മാത്രം പറയാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ, ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ ഒരു കുടുംബാംഗമായി പരിഗണിക്കാം. ഇന്നതല്ലാത്തത്. വാപ്പയും ഉമ്മയും എന്നത് ഒരു കുടുംബാംഗമായി പരിഗണിക്കാം. ഒരു ധാരാളം മക്കളുള്ള ഒരു കുടുംബമാണ്. അവർ വേണം തരുമോ? ഉമ്മനെ ഒരു സ്ഥലത്ത് തന്നെ നോക്കൽ നടക്കൂല എന്നാണ്. ഒരു മാസം നീ നോക്ക്, 2ാമത്തെ മാസം വേറൊരാൾ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഉമ്മക്ക് വിവിധ വീടുകളിൽ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ ഉമ്മ ചിന്തിക്കുന്ന എന്തായിരിക്കും അറിയോ? ഒരു മാസത്തിലേറെ നോക്കാൻ എൻ്റെ മക്കൾക്ക് ഞാൻ ഭാരമാണെന്ന്. ഒറ്റപ്പെട്ടു പോവുകയാണ്. അതാണ് മാതാപിതാക്കളുടെ പ്രശ്നം. കഞ്ഞി കിട്ടാത്തതല്ല, ഭക്ഷണം കിട്ടാത്തതല്ല, മരുന്ന് കിട്ടാത്തതല്ല, ഡോക്ടറെ കാണിക്കാത്തതല്ല, ഞാൻ ഇന്ന് ഇവർക്കൊരു ഭാരമായി എന്ന് മാതാപിതാക്കൾക്ക് തോന്നുന്നതല്ലേ സുഹൃത്തുക്കളെ? ഇന്നത്തെ പത്രത്തിലില്ലേ? ഇന്നത്തെ പത്രത്തിലെ ആദ്യ പേജ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഏക മകനാണ്, അവൻ വീട്ടിലിട്ട് പോയി, അവനും ഭാര്യയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രായമായ പിതാവിനെ ഇട്ട് ഒരു ദിവസം പൂർണ്ണമായി അയാൾ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ വീട്ടിൽ കിടന്നു. നാട്ടിലുള്ള ആളുകളെ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി, താലൂക്ക് ഹോസ്പിറ്റലിലാക്കി. ഇന്നത്തെ പത്രത്തിലുണ്ട്. അവർക്ക് ഭാരമാണ്. അച്ഛനൊരു ഭാരമാണ്, അമ്മയൊരു ഭാരമാണ്. നാം ശരി ആ ഭാരമാണെന്ന് നമ്മുടെ മക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരു വാപ്പക്കുമ്പക്കും തോന്നിയാൽ നിങ്ങൾ അവർക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അവരുടെ മനസ്സ് തൃപ്തിപ്പെടില്ല. റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ, മനസ്സ് തൃപ്തിപ്പെടണം. പെൺമക്കൾ പറയുന്നു, പെൺമക്കൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പെൺമക്കൾ എന്ത് പറയും? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലെത്തി, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ദിവസം വീട്ടിൽ നിൽക്കുന്ന മരുമകൾക്ക് ഒരു ദിവസം അവളുടെ വീട്ടിൽ പോകാൻ, വീട്ടിലൊന്ന് വന്നു നിൽക്കാൻ പെങ്ങൾക്ക് സൗകര്യമില്ല. വാപ്പൻ്റെ ഉമ്മരത്ത് വന്നു നിൽക്കാൻ സൗകര്യമില്ല. അവരെ വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് വീട്ടിൽ സംവിധാനമില്ല. ഇനി ആൺമക്കൾ എന്ത് പറയുന്നു? അവർക്ക് ഭാര്യയായി, മക്കളായി, അവർക്ക് ജീവിതത്തിൻ്റെ പുതിയ പ്രശ്നങ്ങളായി. ഇനി എന്ത് ചെയ്യും? അവരെ കൂടെ ജീവിക്കുമ്പോൾ ഒരു ഭാരമാണ്. നമുക്ക് ടൂർ പോവാൻ, നമുക്ക് പുറത്തിറങ്ങി പോവാൻ, നമ്മുടെ ഉല്ലാസങ്ങൾക്കും സന്തോഷങ്ങൾക്കും മാതാപിതാക്കൾ ഒരു ഭാരമാണെന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ നമ്മുടെ സംരക്ഷണത്തിൽ എന്താർത്ഥം? നമ്മുടെ കുടുംബാംഗമായി അനന്തരാവകാശമില്ലേ സുഹൃത്തുക്കളെ? ഞാനിപ്പോൾ മരിച്ചാൽ എൻ്റെ ഉമ്മക്ക് അനന്തരാവകാശമില്ലേ? എൻ്റെ ഉമ്മ എൻ്റെ കുടുംബത്തിലെ അംഗമാണ്, എൻ്റെ വാപ്പ എൻ്റെ കുടുംബത്തിലെ അംഗമാണ്. മക്കൾക്ക് രോഗം വന്നാൽ ഒരു ദിവസം താമസിപ്പിക്കൂ. ഭാര്യ തലവേദനയായി കിടന്നാൽ ഒരു ദിവസം താമസിപ്പിക്കൂ. ആ ഭാര്യയെപ്പോലെ, മകനെപ്പോലെ, മകളെപ്പോലെ ഉമ്മയെയും വാപ്പയെയും നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ആദരണീയരായ അംഗമായി കാണാൻ കഴിയാത്തിടത്തോളം കാലം വിശുദ്ധ ഖുർആന്റെ മാർഗനിർദ്ദേശം പാലിച്ചു എന്ന് സത്യസന്ധമായി പറയാൻ നമുക്ക് കഴിയാതെ വരും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാതാപിതാക്കളെ വിഷയമാണെങ്കിലും മക്കളെ വിഷയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും ഇസ്ലാമിക മാർഗനിർദ്ദേശം പാലിക്കാം. അവസാനിപ്പിക്കും മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സുഹൃത്തുക്കളെ, വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ. എന്ത് പ്രശ്നങ്ങൾ? നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ. ഒരു കുട്ടി അല്പം
ബുദ്ധിമാന്ദ്യത്തോടു കൂടെ ജനിച്ചു, അല്ലെങ്കിൽ അംഗവൈകല്യത്തോടെ ജനിച്ചു, സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മകൾ വിവാഹം കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു, ഒരു കുട്ടിയും അവളും വിധവയായിത്തീർന്നു, അനാഥരായിത്തീർന്നു. ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങളും എന്ത് രോഗങ്ങളും വന്നാലും അതിൻ്റെ പരിഹാരം എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന പടച്ചോനില്ലേ സുഹൃത്തുക്കളെ? മേൽക്കുമേൽ പരീക്ഷണങ്ങൾ വന്നാലും മനസ്സിൽ തട്ടി അവനിലേക്ക് കൈ ഉയർത്തിയാൽ അതൊരിക്കലും വെറുതെയാവില്ല. അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകൾ പോകുന്നു. ഒരു ചരട് കൊണ്ടോ ഒരു തകിട് കൊണ്ടോ പരിഹാരമാകുമെന്ന് വിചാരിക്കുന്നു. വെറുതെയാണ് സുഹൃത്തുക്കളെ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവരടുത്ത് വന്നൊരു കേസുമായി ബന്ധപ്പെട്ട ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു. അവർ പറഞ്ഞെന്താ അറിയോ? എത്രയോ സ്ഥലങ്ങളിൽ ആ പെൺകുട്ടിയെയും കൊണ്ട് അവർ പോയിട്ടുണ്ട്. അവർ പോകാത്ത സ്ഥലങ്ങളില്ല, ആരാധനാലയങ്ങളില്ല. എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളിൽ അവർ കയറിയിറങ്ങി. അവസാനം ഇനി വിൽക്കാനും കൊടുക്കാനും ഒന്നും ബാക്കിയില്ല. അപ്പോഴാണ് അവസാന പരിഹാരത്തിന് വേണ്ടി ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്താണ് സുഹൃത്തുക്കളെ, ഓരോ ചികിത്സകൾക്ക് 5000-ൻ്റെ ചികിത്സ കഴിഞ്ഞ് തകിട് വാങ്ങി ഏലസ് വാങ്ങി പോന്നാൽ അത് ഫലവത്തായില്ലെന്ന് പറഞ്ഞാൽ ഇനി 40,000-ൻ്റെ ഒരു ഹോമമുണ്ടെന്നാണ് അടുത്ത വർത്താനം. അതും ഫലവത്തല്ലെന്ന് പറഞ്ഞാൽ ഇനി 1.5 ലക്ഷത്തിൻ്റെ ചികിത്സൻ്റെ ഒരു സ്വർണ്ണ നൂല് കൊണ്ട് വീടിന് ചുറ്റും സ്വർണ്ണ നൂല് കൊണ്ടൊന്ന് കവർ ചെയ്യുക. അങ്ങനെ ഒരു പൂജയുണ്ടെന്നാണ്. ആ സ്വർണ്ണ നൂല് പൂജാരിക്കാണ്, പിന്നെ ചികിത്സകനാണ്. പിന്നെ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ! നമ്മുടെ കുടുംബത്തിൽ നാം അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ തെറ്റായ വിശ്വാസങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും പോകുന്നു. അവിടെ ശരിയായ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ് പരിഹാരം. പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കും, ദിക്റുകളെ കൊണ്ട് പരിഹരിക്കും. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ, നമുക്ക് ചെയ്യാവുന്നത് ചെയ്ത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഏതു മാരക രോഗത്തിനും അവൻ പരിഹാരമുണ്ടാക്കും. ആ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തെറ്റുപറ്റാത്ത ഉപദേശങ്ങളാണ് അള്ളാഹും റസൂലും തന്നത്. അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ, ഇന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ എൻ്റെ ഭാര്യയോട് ഞാൻ മാന്യമായി പെരുമാറണം എന്ന് മനസ്സിലാക്കിയ ഒരാൾ സംസാരത്തിൽ ആ മാന്യത കാത്തു സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് സമാധാനമായി. എൻ്റെ ഭാര്യയുടെ എന്ത് പ്രശ്നവും ഞാൻ പരിഹരിക്കണമെന്ന് ഒരു ഭർത്താവ് തീരുമാനിച്ചാൽ തീർച്ചയായും അത് പരിഹാരമായി. ഇത്തരത്തിൽ ദീനിയായ ഒരു ജീവിതത്തിലൂടെ ഒരു സമാധാനം നമുക്കിവിടെ സാധ്യമായാൽ തീർച്ചയായും നാളെ പരലോകത്തും ആ സമാധാനം തുടരും. ആ സമാധാനത്തിൻ്റെ ഭവനമാണ് സ്വർഗം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ആ സമാധാന ഭവനത്തിലേക്കാണ് സുഹൃത്തുക്കളെ ഈ യാത്ര. നമ്മളിൽ ഓരോരുത്തരും ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മളിന്ന് പോകുന്നു. നാം അറിയാതെ തലമുറകൾ മാറുന്നു, പുതിയ തലമുറകൾ വരുന്നു. അയൽപക്കത്തെ വീടുകളൊന്ന് നോക്കൂ, അവിടെയുള്ള ഒരേ പ്രായമുണ്ടായിരുന്ന കാരണവന്മാരെല്ലാം മരിച്ചു തീർന്നു. പുതിയ തലമുറ ആ വീടിൻ്റെ അവകാശികളായി. നമ്മളും പതുക്കെ പതുക്കെ നമ്മുടെ മക്കൾക്ക് വീടുകളും താക്കോലുകളും കൈമാറി നമ്മളും യാത്രയാകും. കൂടെ കൊണ്ടുപോകാൻ നമ്മുടെ പ്രവർത്തനങ്ങളും നല്ലൊരു ഇസ്ലാമികമായി ജീവിതം നയിച്ചാൽ അള്ളാഹു സ്വർഗത്തിൻ്റെ വാതിലുകളിൽ നമ്മുടെ ഇണകളെയും നമ്മെയും മക്കളെയും ഒന്നിച്ച് സ്വീകരിക്കും. ഒരിക്കലും പുറത്തിറങ്ങേണ്ടതില്ലാത്ത ശാശ്വത ഭവനത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ സമാധാനം പുനഃസ്ഥാപിക്കൂ, പരലോകത്തും ആ സമാധാനം തുടരും. ഒരു നല്ല കുടുംബജീവിതം ഇസ്ലാമികമായി നയിക്കാൻ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗനിർദ്ദേശങ്ങളെ ശരിയായി പാലിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.